ഹായ് രേഷ്മ. ഹായ് സാർ. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. കഴിഞ്ഞ എക്സാമിനേഷനിൽ ഹിസ്റ്ററിയിൽ JRF ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ? താങ്ക് യു. ഫൈൻ. അപ്പോൾ നമ്മുടെ ഈ പ്രിപ്പറേഷനിലെ നമ്മുടെ പല കുട്ടികളും നേരിടുന്ന ആദ്യമായിട്ട് പ്രിപ്പറേഷനോട്ട് വരുന്ന ആൾക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പേപ്പർ വണ്ണിന്റെ ഇമ്പോർട്ടൻസ്. പ്രിപ്പറേഷനിൽ പേപ്പർ വണ്ണിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് രേഷ്മയുടെ ഒരു അഭിപ്രായത്തിൽ? നമ്മൾ പേപ്പർ 2 കൊടുക്കുന്ന അത്രയും തന്നെ പ്രാധാന്യം പേപ്പർ 1 കൊടുക്കണം എന്നാണ്. കാരണം എല്ലാ സബ്ജക്റ്റുകാർക്കും ഒരുപോലെ വരുന്ന ഒരു ഏരിയയാണ് ഈ പേപ്പർ 1 എന്ന് പറയുന്നത്. അതിൽ നമ്മൾ 10 യൂണിറ്റ് ഉണ്ട്. 10 യൂണിറ്റ് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്കിപ്പം JRF കിട്ടാൻ തന്നെ വളരെ ഒരു കാരണം എന്ന് പറയാവുന്നത് ഈ പേപ്പർ 1 ഞാൻ മാക്സിമം സ്കോർ ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിന് മുമ്പ് എനിക്ക് നെറ്റും കിട്ടിയിട്ടുണ്ട്. ആ സമയത്തൊന്നും കിട്ടാത്തതിനേക്കാൾ കൂടുതൽ മാർക്ക് എനിക്ക് ഇത്തവണ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും പേപ്പർ 1 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് നമുക്ക് പേപ്പർ 2 എത്രത്തോളം സ്കോർ ചെയ്താലും പേപ്പർ 1 മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ളതാണ് ഈ നെറ്റ് എക്സാമിന്റെ നിർണ്ണയിക്കുന്നത്. ഈ പേപ്പർ 1 നമുക്ക് 10 യൂണിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു പക്ഷേ അപ്കമിങ് എക്സാംസിൽ അതിന്റെ ഒരു സിലബസിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ള കുറച്ച് യൂണിറ്റുകളൊക്കെ ഉണ്ട്. ഈ 10 യൂണിറ്റുകളിൽ രേഷ്മ ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ടഫായിട്ട് വരാൻ സാധ്യതയുള്ളത് മാത്ത്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഏരിയസ് ആകാം. അത് എങ്ങനെയാണ് രേഷ്മ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അതെനിക്ക് ഓരോ തവണത്തെ എക്സാമും പല രീതിയിലാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഞാൻ പഠിച്ച് എല്ലാം ഇപ്പോൾ മാത്തമാറ്റിക്സിൻ്റെ ഏരിയയിൽ പറയുമ്പോൾ ന്യൂമറിക്കൽ എബിലിറ്റിയിൽ എനിക്ക് എല്ലാം നോക്കാൻ പറ്റാറില്ല. അപ്പോൾ നോക്കി പോകുന്നിടത്തുനിന്ന് ചിലപ്പോൾ ഒന്നോ രണ്ടോ ചോദിച്ചാലായി, പക്ഷേ എനിക്ക് അതിൽ കോൺഫിഡൻസ് ഇല്ല എന്നുള്ളൊരു പ്രശ്നം വരുന്നതുകൊണ്ട് എനിക്ക് പലപ്പോഴും ആൻസറിലേക്ക് എത്താൻ പറ്റാറില്ല. പക്ഷേ ഇത്തവണ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഞാൻ കാര്യമായിട്ട് നോക്കിപ്പോയി. ആൻഡ് എനിക്ക് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ ഫുൾ സ്കോർ ചെയ്യാൻ പറ്റി. അതാണ് എൻ്റെ മാർക്ക് കൂട്ടിയത്. ആൻഡ് ബാക്കി എല്ലാ ഏരിയയിലും ഞാൻ സ്ട്രോങ് ആയിരുന്നു. ഈവൺ നമ്മൾ ലോജിക്കൽ റീസണിങ്ങും പറയുകയാണെങ്കിലും, കാരണം ഞാൻ മാത്തമാറ്റിക്കൽ എബിലിറ്റിയിൽ വീക്കാണ് എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ട് ബാക്കി ഏരിയകൾ ഞാൻ സ്ട്രോങ് ആക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. അങ്ങനെ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. അതിൽ ഇപ്പോൾ വെസ്റ്റേൺ ലോജിക്കും ഇന്ത്യൻ ലോജിക്കും ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു. ആൻഡ് അവിടെയൊക്കെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റി. ദെൻ ഇപ്പം ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനും കൂടി ക്ലിയർ ആക്കിയപ്പോൾ എൻ്റെ സ്കോറ് കൂടുകയും ചെയ്തു. തീർച്ചയായിട്ടും ഞാൻ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് പേപ്പർ 1 ഏറ്റവും ചുരുങ്ങിയത് ഒരു 80+ മാർക്സ് വാങ്ങിക്കാൻ വേണ്ടി പറ്റണം എന്നുള്ളത്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഈസ് ദാറ്റ് നെറ്റ് എക്സാമിനേഷനിൽ ഇപ്പൊ നെഗറ്റീവ് മാർക്സ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും വളരെ കോൺഫിഡന്റ് ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ പോലും കുത്തി വരാൻ വേണ്ടി പറ്റും. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ 10 യൂണിറ്റുകൾ ഒരു മിനിമം സ്ട്രോങ് ലേണിംഗ് നടത്തിയിട്ടില്ല എങ്കിൽ പേപ്പർ 1 എനിക്ക് തോന്നുന്നു ഒരു 60+ മാർക്സ് വാങ്ങിക്കാൻ തന്നെ ചിലപ്പം ബുദ്ധിമുട്ടാകും എന്നുള്ളത് അല്ലേ? എന്തായാലും കൺഗ്രാറ്റ്സ്. പേപ്പർ 1 ഈ ഒരു ടിപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഡിയർ ആസ്പിരൻസ്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എക്സാമിനേഷന് പ്രിപ്പറേഷൻ നടത്തുന്ന സമയത്ത് പേപ്പർ 1 നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. 10 യൂണിറ്റ് 50 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. 50 ക്വസ്റ്റ്യൻസ് 100 മാർക്കാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നേടാൻ വേണ്ടി പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റ് JRF എന്ന് പറയുന്ന ഡ്രീം കുറച്ച് വിദൂരത്താകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പേപ്പർ 1 കൃത്യമായിട്ട് പഠിക്കാനുള്ള ശ്രമം എപ്പോഴും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുക. താങ്ക് യു രേഷ്മ.